ഇതിന്റെ നഷ്ടം നമുക്കാണല്ലോ, നമുക്കല്ലേ പ്രശ്നം. മനസ്സിലായി. നിങ്ങളെ ഒരു പറ്റിയൊരു അബദ്ധം അത് വലിയൊരു പാളിസായി മാറി. ഞാനല്ല, എനിക്കിതിനെ കുറിച്ച് അറിവില്ല. ഞാൻ ഇടുന്ന സാധനമല്ല, നമ്മുടെ കാര്യമല്ല, ഇതാണ് ഇട്ടത്. നമ്മുടെ ഇതില് കിടന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നമസ്കാരം. സ്വന്തം ജീവൻ ഡോക്ടറിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് പല ഓപ്പറേഷനുകൾക്കും നമ്മൾ പോകാറുള്ളത്. പ്രത്യേകിച്ച് രോഗികൾക്കുള്ള ആകെ ഒരു ആശ്വാസം, വിശ്വാസം എന്ന് പറയുന്നത് ആ ഡോക്ടർക്ക് ഒരു പിഴവും സംഭവിക്കില്ല എന്നുള്ള ഒറ്റ കാര്യമാണ്. പക്ഷേ പലപ്പോഴും സർക്കാർ ആശുപത്രികൾ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നത്. ഒരു യുവതിക്ക് തൈറോയ്ഡ് ചികിത്സയുമായി നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ, അതിന്റെ ഭാഗമായിട്ട് 50 സെന്റിമീറ്ററോളം നീളമുള്ള ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ കയറ്റിയിട്ടുള്ള ഒരു വയറ്, അത് ശരീരത്തിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളം ആയതുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതേസമയത്ത് ഒരു പേടി, ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു പേടി കൂടെ ഈ ഒരു കുടുംബത്തിനുണ്ട്. എന്തായാലും അതിഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ജനറൽ ആശുപത്രിയിലെ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ഡോക്ടറുമായിട്ട് ഈ പറയുന്ന യുവതിയുടെ ബന്ധുക്കൾ ബന്ധപ്പെട്ടിരുന്നു. ആ കൂടുതൽ വിവരങ്ങൾ എന്താണ് എന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇതിങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടപ്പം ഡോക്ടറുമായിട്ട് സംസാരിച്ചിരുന്നില്ല, എന്തൊക്കെയാണ് ഡോക്ടർ പറയുന്നത്? ഇത് നിലവിൽ 2 വർഷം മുതൽ ഓപ്പറേഷൻ ആണെങ്കിൽ പോലും ഈ 6 മാസം മുമ്പാണ് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നതിന്റെ പേരിൽ എക്സ്റേ എടുത്തതിന് ശേഷം അറിഞ്ഞത്. അറിഞ്ഞതിന് ശേഷം സുമയുടെ ഉമ്മയും ചേർന്നാണ് ഈ ആശുപത്രിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇത് നമ്മളിൽ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് 2 മാസം മുമ്പ് ഞാൻ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഗതി അറിഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറിന് പറ്റിയ വീഴ്ചയാണല്ലോ, അതെ അവിടെ വെച്ച് സംഭവിച്ചതാണെന്ന് ഡോക്ടറെ അടുത്ത് പറയുകയും ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അത് വേറെ കുഴപ്പമില്ല, നിസ്സാരം പോലെ വെറുതെ ഒരു നിസ്സാരം പോലെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഡോക്ടർ സംസാരിക്കുകയാണ് ചെയ്തത്. അതായത് ഈ രീതിയിൽ തന്നെയാണ് സുമയുടെ ഉമ്മയുടെ കുറച്ച് ഈ പറഞ്ഞ 6 മാസം കൊണ്ട് ഡോക്ടർ നിസ്സാരവൽക്കരിച്ച് വിട്ടത്. ഇത് അന്ന് പരാതി കൊടുക്കാനുള്ള ഒരു സംഗതി ആയിരുന്നു. പക്ഷെ ഇവർ പുറത്ത് പറയാത്തത് പേരിലാണ്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അതിനുശേഷമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് DMക്ക് പരാതി കൊടുക്കുകയും എന്നിട്ട് മുന്നോട്ട് പോയത്. അപ്പൊ ഇതിൽ അറിഞ്ഞതെന്ന് പറഞ്ഞാല് ഡോക്ടർ തന്നെയാണ് ഈ സ്കാനും എക്സ്റേ എടുക്കാനൊക്കെ പൈസ ഗൂഗിൾ പേ വഴിയൊക്കെ അയച്ചു കൊടുത്തത് മനസ്സിലായി. പക്ഷെ ഇതില് ഒരു പോംവഴി എന്ന നിലയ്ക്ക് ഇപ്പൊ തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റൽ അല്ലാതെ ഇന്ത്യയിൽ പല പ്രഗത്ഭ ഹോസ്പിറ്റലും ഉണ്ട്. അപ്പൊ എവിടെ ചെയ്യാൻ പറ്റുമോ അവിടെ എത്ര ലക്ഷം രൂപ ആയിരുന്നാലും ഈ ഡോക്ടറിന്റെ കീഴിൽ സർക്കാരും ഡോക്ടറും ചേർന്ന് ഇത് അടിയന്തരമായിട്ട് ചെയ്തു കൊടുക്കാനുള്ള സംഗതിയാണ്. പിന്നെ അതോടൊപ്പം തന്നെയാണ് കുടുംബത്തിന്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ആ സാഹചര്യമൊക്കെ നോക്കിയിട്ട് സർക്കാർ അടിയന്തരമായി ആരോഗ്യമന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉടനെ ഉണ്ടാവണം. നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യും. അതുകൊണ്ട് നല്ലൊരു നടപടി ഡോക്ടറിനെതിരെ, അതായത് ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാൻ പാടില്ല. കാരണം നേരത്തേക്ക് മഹർഷിത പോലെ ഈ കത്രിക ഉള്ളിൽ കിടന്ന സംഭവങ്ങൾ അറിഞ്ഞതാണ്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലാ ഹോസ്പിറ്റലിൽ ഞാൻ ഈ പറഞ്ഞ മെഡിക്കൽ ഓഫീസർക്ക് പരാതി കൊടുക്കാൻ DMക്ക് പരാതി കൊടുക്കാൻ പോയപ്പോൾ തന്നെ അവിടുന്ന് അഡ്വാൻസ് ആയിട്ട് ഈ പറഞ്ഞ ഫ്രണ്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഞങ്ങളൊരു ഇങ്ങോട്ട് പറയാണ് ഈ സംഗതി അറിഞ്ഞിട്ടുണ്ടെന്ന്. അതായത് ഞാൻ അപ്പോഴും അവിടെ ഡോക്ടർ ചോദിച്ചു, ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ ചോദിച്ചു, അതായത് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ജാമ്യം ഈ പറഞ്ഞ ഡോക്ടർ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിനുശേഷം അവർ ഈ ഒരു ലാൻഡ് ലൈൻ നമ്പർ കൊടുത്തു, അതിൽ വിളിച്ചായിരുന്നു. ആ നമ്പറിൽ വിളിച്ചപ്പോൾ DM ഓഫീസിൽ നിന്ന് ട്രൂ കോൾ കാണുന്നുണ്ടെങ്കിൽ പോലും കോള് പോലും അവിടെ എടുക്കുന്നില്ല, അത് നിലവിലില്ലെന്ന പോലെയാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഈ ഒരു പരാതി മാത്രം ആയിരിക്കില്ല, എനിക്ക് തോന്നുന്നു പലരും ഇത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് തോന്നണം. ഇപ്പം ഇത് പുറത്തു വന്നു എന്നതാണ്. ഇതുമാതിരി ആളുകൾ പലരും നമ്മുടെ നാട്ടിലുണ്ടാവും. അതുകൊണ്ട് ഇനി ഇത്തരം ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു രീതിയിൽ മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രി ഇതിനെതിരെ നടപടി സ്വീകരിക്കുകയും നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അടിയന്തരമായിട്ട് നഷ്ടപരിഹാരം ഈ കുട്ടിക്ക് സുമയ്ക്ക് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെയാണ് സുമയുടെ ഈ ഉള്ളിലുള്ള സംഗതി അത് എടുക്കേണ്ടതുണ്ട്. അത് ഇവിടെയല്ല എവിടെയായിരുന്നാലും അതിന്റെ പൂർണ്ണമായിട്ടുള്ള
നഷ്ടം സർക്കാർ വഹിക്കേണ്ടതുണ്ട്. ഇതിപ്പം നമ്മൾ ഈ വാർത്ത അറിയാൻ തുടങ്ങിയിട്ട് ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വലിയൊരു വീഴ്ച തന്നെയാണ്. ഈ ഒരു സമയം വരെ ആരോഗ്യ വകുപ്പിൽ നിന്ന് ആരെങ്കിലും പ്രത്യേകിച്ച് ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. കാര്യം പരാതി ഇന്നലെ കൊടുത്തപ്പോൾ തന്നെ അവിടെ DMO ഇല്ലായിരുന്നു. മാഡം ഇവിടെ പറശ്ശൽ എന്തോ പ്രോഗ്രാമിന് പോയിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മൾ വീണ്ടും ചോദിച്ചു നാളെ കാണാൻ പറ്റുമോ? നാളെ അവധി, ഇന്നത്തെ അവധി ഉണ്ടല്ലോ. അപ്പൊ അതിനുശേഷം ചോദിച്ചപ്പോൾ അത് മാഡം ലീവ് ആയിരിക്കും, ഇന്ന് തന്നെ അഡ്വാൻസ് ആയിട്ട് ഇങ്ങോട്ട് പറയാൻ. ഇപ്പൊ പരാതി കൊടുത്തു, അതിന്റെ റെസീപ്റ്റ് നമ്പർ അടക്കം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെയും DMOയുടെ ഓഫീസോട്ടോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പുമായിട്ട് യാതൊരു ഉദ്യോഗസ്ഥരും ഞങ്ങൾ ഇതുവരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ആരോഗ്യമന്ത്രി ഈ വിഷയം അറിഞ്ഞിരിക്കും എന്നത് അറിഞ്ഞിരിക്കും. എന്തായാലും ഇതിപ്പോ നിലവിൽ ഇപ്പം തന്നെ നമുക്ക് കണ്ട എല്ലാ മീഡിയയിലും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. ഇതുവരെയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഗതി ഞങ്ങളെ വിളിച്ചിട്ടില്ല. അതാണ് ഈ പറയുന്നത് പോലെ പരാതി കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള ആളുകൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും അത് മൂടിവെക്കാനുള്ള ശ്രമം, പരിഹരിക്കുന്നതിനേക്കാൾ ഉപരി അത് മൂടിവെക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത് എന്നത് ഇവരിപ്പോ പറയുമ്പോൾ തന്നെ വ്യക്തമാണ്. എന്തായാലും നമ്പർ 1 ആണ് കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങളെ, വലിയ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ പറയുന്നത് പോലെ വെറും 26 വയസ്സ് മാത്രമുള്ള ഒരു യുവതി ചികിത്സാ പിഴവിന്റെ കാരണം കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നമ്പർ 1 കേരളത്തിലെ ആരോഗ്യ വ്യവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കേണ്ടതുണ്ട്. ഇപ്പം ഇദ്ദേഹം ഡോക്ടറുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് കൂടെ നമുക്ക് കേൾപ്പിക്കാൻ പറ്റും. ഇതിനകത്ത് ഒരു എക്സ്റേ ഇപ്പൊ എടുത്തപ്പോൾ ഗൈഡ് വെയർ ഒരു സാധനം അകത്ത് കിടപ്പുണ്ട്. ഗൈഡ് വെയർ എന്ന് വെച്ചാൽ ചെറിയൊരു ത്രെഡ് പോലെ സാധനം ഇട്ടിട്ട് അതിന്റെ പുറത്ത് വീട്ടുന്നത്. അത് എവിടുന്ന ഇട്ടെന്ന് അതെല്ലാം ചെക്ക് ചെയ്ത് വന്നപ്പോൾ ICUവിൽ ഇങ്ങനെ ഒരു മറ്റേ സെൻട്രൽ വെയിൻ ഇട്ടതായിട്ട് കാണുന്നുണ്ട്. ICU കിടന്ന സമയത്ത് വേറെ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കൈ കൂടി ഇടാറുണ്ട്. ഇത് നമുക്ക് പിന്നെ നമ്മളവിടെ ഇടുന്നത് ഈ സെൻട്രൽ വീട്ടിലും പേഷ്യന്റ് ലൈൻ കിട്ടാതെ വരുമ്പോൾ ഇത് ഇടാറുണ്ട്. അൻസിഷക്കാർ ഇടാറുണ്ട്, മറ്റേ ICU ഇടാറുണ്ട്. അപ്പൊ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ലൈൻ കിട്ടാത്ത ദിവസം അത് ഒരു ഇത് ഇട്ടായിട്ട് ഒരു റെക്കോർഡിൽ കാണുന്നുണ്ട്. വേറെ എങ്ങും ഇട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. കഴുത്തിലിട്ടിട്ടില്ല, പിന്നെ കയ്യിലും ഇടാറുണ്ട്. RCCന് സ്ഥിരം ഇടുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതെല്ലാം നോക്കിയപ്പോഴും ആദ്യം കാണുന്നത് ഇത് മാത്രമാണ്. അപ്പം ഇവിടുന്നാണെന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയ. ആ സമയത്ത് ലൈൻ കിട്ടാതെ ഡ്യൂട്ടിയിലുള്ള ഇട്ടതായിട്ടാണ് തോന്നുന്നത്. അതെ, ഇത് നമ്മള് പണ്ടൊക്കെ ഇതങ്ങ് എടുക്കുമായിരുന്നു. ഇപ്പോഴേ ഈ ഇത് എടുക്കുന്നത് മറ്റേ റേഡിയോ ഇതാണ്, ഈ എന്താണ് പറയുന്നത്, ഇന്റർവെൻഷൻ റേഡിയോളജി എന്നൊരു വിഭാഗത്തിലാണ് ഇപ്പൊ എടുക്കുന്നത്. ഏറ്റവും നല്ല ഇത് സെന്ററുള്ളൂ. അപ്പൊ ഇപ്പോഴും അവര് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന മാത്രമേ അവർ എടുക്കാറുള്ളൂ. ഇതിന്റെ കാർഡിയക് സ്റ്റെന്റ് ഒക്കെ ഇടുന്ന അതേ മെറ്റീരിയലാണ്. അപ്പം ഇപ്പൊ അത് കിടക്കുന്നത് വളരെ ഒരു അപകടമില്ലാത്തൊരു സ്ഥലത്തും പ്രശ്നമില്ലാത്തൊരു സ്ഥലത്തുമാണ്. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് അവർ എടുക്കത്തില്ല. എന്തെങ്കിലും പ്രശ്നം ഭാവിയിൽ ഉണ്ടാക്കുന്നത് പോലെ വരികയാണെങ്കിൽ അന്നേരം എടുക്കും. എങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇത് സംഭവം വലിയ വീഴ്ചയാണ്. യാതൊരു ദോഷവും ഇല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വ്യക്തമാക്കാമെന്നാണ് പറഞ്ഞത്. ഒരു ദിവസം വിളിച്ച് വരുത്തിയിട്ട് അടുത്ത ആഴ്ച ഇത് നമുക്കല്ലേ നഷ്ടം, നമുക്കാണല്ലോ ഇതിന്റെ നഷ്ടം, നമുക്കാണല്ലോ, നമുക്കല്ലേ പ്രശ്നം. നിങ്ങളെ ഒരു പറ്റിയൊരു അബദ്ധം അത് വലിയൊരു ഞാനല്ല, എനിക്കിതിനെ കുറിച്ച് അറിവില്ല. ഞാൻ ഇടുന്ന സാധനമല്ല, നമ്മുടെ കാര്യമല്ല, ഇതാണ് ഇട്ടത്. നമ്മുടെ ഇതില് കിടന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇതിപ്പം നമുക്ക് നമ്മള് പെട്ട് നിൽക്കുകയാണ്. കാര്യം നമുക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. നമുക്ക് എന്തായാലും അവിടെ നിന്ന് സംസാരിച്ച് എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് അതാണ് നല്ലത്. ഇത് എടുക്കാൻ പറ്റും, പക്ഷെ അത് ബുദ്ധിമുട്ടാവും അല്ലേ? അല്ല, എടുക്കാൻ പറ്റുമെന്ന് വെച്ചാല് പണ്ടൊക്കെ എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് പറയുന്നത് അത് പിന്നെ ഇത് അപകടമില്ലാത്തൊരു സ്ഥലത്തും സ്റ്റേബിളായിട്ട സ്ഥലത്തുമാണെങ്കിൽ വെറുതെ വിട്ടാൽ മതി, ഒന്നും ചെയ്യേണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാനിതിപ്പം ഇന്ന് ഒരാഴ്ച മുമ്പാണ് അറിഞ്ഞത്. അപ്പൊ ഞാൻ സുഖമില്ലായിരുന്നു, അതിനെ വിളിക്കാത്തത്. നേരത്തെ അറിഞ്ഞില്ല, നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. കഴിഞ്ഞപ്പോഴാണ് ഞാൻ എക്സ്റേ തന്നെ കാണിച്ചപ്പോ ഞാൻ സാധാരണ അനസ്തേഷ്യയിലെ ഈ IV ലൈൻ സെൻട്രൽ ലൈനായിട്ട് ഇടുന്നതാണ്. അപ്പൊ ഞാനപ്പോ അവര് വിളിച്ചപ്പോ അവര് പിന്നെ ചെക്ക് ചെയ്തപ്പം അവരങ്ങനെ അവരുടെ റെക്കോർഡ്സ് അങ്ങനെ ഒരു ഇട്ടതായിട്ട് കാണുന്നില്ല. അറിഞ്ഞുകൂടെ അവരൊക്കെ എഴുതാത്താണോ
അപ്പൊ അത് കഴിഞ്ഞ് നോക്കി നോക്കുമ്പോൾ ഈ സെൻട്രൽ വെയിൻ, അതായത് ഈ മറ്റേ എന്താ തുടയുടെ ഭാഗത്തുനിന്ന് ഒരു ഇതിട്ടായിട്ടിടണം ഒരു ICU ലൈൻ കിട്ടാതെ വന്നപ്പോഴും അത് മാത്രമാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് അപ്പോഴാണെന്ന, പക്ഷെ ഈ സംഭവം നല്ല നീളമുള്ളൊരു വയറാണ്. അപ്പം ഒന്നുകിൽ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പൊ നമുക്കാണ് പ്രശ്നം. രണ്ടാമത് ഇത് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? ഡോക്ടേഴ്സിനാണോ എല്ലാവർക്കും പ്രശ്നം? എല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. എല്ലാം ചെക്ക് ചെയ്ത് എവിടുന്നാണ് പറ്റിയെന്ന് ഇത് നോക്കി എല്ലാ സാധനം നോക്കിയിട്ട് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചാലെങ്കിലും ആരാണ് ചെയ്തത് അവരാണ് കുറ്റക്കാരൻ അല്ലേ? എന്തായാലും നമ്മള് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുറ്റക്കാരാരാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താമല്ലോ. നിയമപരമായിട്ട് പോയി കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ മീഡിയാസൊക്കെ വിളിക്കാമല്ലോ. ഇത് മാത്രമാണ് കണ്ടിരിക്കുന്നത്. ഇത് മെയിൻ ഉത്തരവാദിത്വം ആരായിരുന്നു അന്ന് ഹോസ്പിറ്റലില്? സംശയമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ചെയ്തപ്പോ ഹോസ്പിറ്റൽ ഉത്തരവാദിത്വം എടുത്തല്ലേ പറ്റുള്ളൂ. അപ്പൊ ഡോക്ടർ ഇതോട്ട് യാതൊരു ബന്ധമില്ലല്ലോ. ഞാനല്ല ചെയ്തത്. കാരണം നമ്മൾ ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്ന സാധനം, നമ്മൾ ചെയ്യുന്ന സാധനമേ അല്ല. ഡോക്ടർ ഇതോട്ട് ബന്ധമില്ല. എനിക്ക് സത്യമായി എനിക്ക് ബന്ധമൊന്നുമില്ല. എന്റെ യൂണിറ്റിലായിരുന്നു ഡ്യൂട്ടി ഉള്ള ആളാണ് ഇട്ടത്. ഓക്കെ, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ വിളിക്കാം. എന്തായാലും മീഡിയാസൊക്കെ വിളിച്ച് ഇതാക്കാനാണ് നമ്മൾ തീരുമാനം. വേറെ ഒന്നുമില്ല. ഇത്രയും നാളായി ഇത് നമ്മള് എന്നാണ് അറിഞ്ഞത്? ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ചെയ്യാമല്ലോ. ഇപ്പം അറിയാലോ, കാര്യങ്ങളൊക്കെ നടക്കുന്ന സംഗതിയൊക്കെ അറിയാലോ. ശരി, ഓക്കെ, താങ്ക് യു.